മീൻ സ്റ്റാക്ക്, മേൺ സ്റ്റാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ടേമുകളാണിത്. ഇതിൽ ഏത് പഠിച്ചാലാണ് കൂടുതൽ ജോലി കിട്ടുക, ഇതിൽ എന്താണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു സ്കില്ല്, ആൻഡ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ജോലികളിലാണ് എത്തിപ്പെടാൻ പറ്റുക, ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതെല്ലാം സോൾവ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ ലക്ഷ്യം. ഹായ്, ഞാൻ ശ്രീറാം. വെൽക്കം ടു എൻട്രി കോഡിംഗ് മലയാളം. ഇന്ന് നമ്മൾ മീൻ സ്റ്റാക്കും മേൺ സ്റ്റാക്കും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം മനസ്സിലാക്കാനാണ് പോകുന്നത്. നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ കാണാതെ പോകരുത്. മീൻ സ്റ്റാക്കിൽ ഫ്രണ്ട് എൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആംഗുലർ ആണ് യൂസ് ചെയ്യുന്നത്. മേൺ സ്റ്റാക്കിൽ റിയാക്ട് ആണ് അതിന് പകരം യൂസ് ചെയ്യുന്നത്. ഇനി രസകരമായി പറയാന്നുണ്ടെങ്കിൽ മീൻ സ്റ്റാക്കിലും മേൺ സ്റ്റാക്കിലും എം എന്ന് പറയുന്നത് മോങ്കോ ഡിബി ആണ് സൂചിപ്പിക്കുന്നത്. ഇ എന്ന് പറയുന്നത് express.js, എ അല്ലെങ്കിൽ ആർ സൂചിപ്പിക്കുന്നത് എ എന്ന് പറയുന്നത് ആംഗുലാറിനെയും ആർ എന്ന് പറയുന്നത് റിയാക്ട് ജെഎസിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ലാസ്റ്റിലെ എൻ എന്ന് പറയുന്നത് നോഡ് ജെഎസ് ആണ്. മീൻ സ്റ്റാക്ക് ഉപയോഗിക്കുന്നവർ ആംഗുലർ ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ടാണ് ഫ്രണ്ട് എൻഡ് നിർമ്മിക്കുന്നത്. ആംഗുലർ ഗൂഗിളിന്റെ ഒഫീഷ്യൽ ഫ്രെയിംവർക്ക് ആണ്. മേൺ സ്റ്റാക്കിൽ റിയാക്ട് എന്ന് പറയുന്ന ലൈബ്രറിയാണ് ഫ്രണ്ട് എൻഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ഫേസ്ബുക്കിൽ നിന്ന് വന്നതാണ്. റിയാക്ട് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റും കമ്പോണന്റ് ബേസ്ഡും ആണ്. റിയാക്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മേൺ സ്റ്റാക്ക് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആണെന്നാണ് പറയുന്നത്. ആംഗുലർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മീൻ സ്റ്റാക്ക് ആയിക്കോട്ടെ കുറച്ചുകൂടി റിജിഡ് ആണ്. പക്ഷെ വലിയ ആപ്ലിക്കേഷന് നമ്മൾ എപ്പോഴും മീൻ സ്റ്റാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. മീൻ സ്റ്റാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്റർപ്രൈസ് ലെവൽ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ളവരാണ്. മേൺ സ്റ്റാക്ക് ഓൺ ദ അതർ ഹാൻഡ് വളരെ സ്റ്റാർട്ടപ്പ് ഫ്രണ്ട്ലി ആണ്. നെറ്റ്ഫ്ലിക്സ്, ഇൻസ്റ്റാഗ്രാം, എയർബിഎൻബി പോലുള്ളവരൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. കരിയർ സൈഡിൽ വരുമ്പോൾ മേൺ സ്റ്റാക്കിൽ ജോബുകൾ കൂടുതലാണ്. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സെനാരിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രീലാൻസിംഗിൽ പോലും മേൺ സ്റ്റാക്കിന് ഡിമാൻഡ് കൂടുതലാണ്. USA-ലും യൂറോപ്പ് ബേസ്ഡ് കമ്പനീസിലൊക്കെ മീൻ സ്റ്റാക്ക് പഠിച്ച ആളുകളുടെ ഡിമാൻഡ് കൂടുതലാണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിൽ ഒരു ജോലിയോ ഫ്രീലാൻസിംഗ് ടൈപ്പ് ജോബൊക്കെയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് മേൺ സ്റ്റാക്ക് ആണ്. ആൻഡ് പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് മേൺ സ്റ്റാക്ക് തന്നെയാണ്. റിയാക്റ്റിൽ പഠിക്കാൻ എളുപ്പമാണ്, ജോബ് സ്കോപ്പും കൂടുതലാണ്. അബ്രോഡ് ജോബുകളും ഒരു സ്റ്റേബിൾ ഫ്യൂച്ചറൊക്കെയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് മീൻ സ്റ്റാക്കുമാണ്. സോ മീൻ സ്റ്റാക്ക്, മേൺ സ്റ്റാക്ക് ഇതിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഏത് തന്നെ ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഇതുപോലെ ടെക് വീഡിയോസ് കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്. ആൻഡ് ഇല്ലിനോടെക് സർട്ടിഫിക്കേഷനോടുകൂടി നിങ്ങൾക്ക് ഫുൾ സ്റ്റാക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു മെന്ററിന്റെ ഗൈഡൻസോട് കൂടി എൻട്രിയിൽ ഫുൾ സ്റ്റാക്ക് കോഴ്സ് അവൈലബിൾ ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി.